എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാന സൂര്യഘർ പദ്ധതിയിൽ 78,000 രൂപ സബ്സിഡിക്ക് പുറമെ വൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. പക്ഷേ ഈ ഇളവ് ലഭിക്കുക 2026 ഡിസംബർ വരെ മാത്രമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. പുനരുപയോഗ ഊർജ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. ഇറാൻ US യുദ്ധവും ഹോർമോസ് പ്രതിസന്ധിയും കാര്യങ്ങൾ ഇന്ത്യക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ ശാശ്വതമായ ഒരു ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായ പുരപ്പുറ സോളാർ പദ്ധതിയിൽ കൂടുതൽ ആകർഷകമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ പുതിയ ഇളവുകളിലൂടെ കേരളത്തിൽ സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വൻ അവസരമാണ് കൈവന്നിരിക്കുന്നത്. 78,000 രൂപ വരെ സബ്സിഡിക്ക് പിന്നാലെയാണ് ഈ പുതിയ ഇളവ് അനുവദിക്കുക. ഇതുവഴി പാനലുകൾ കുറഞ്ഞ വിലയിൽ തടസ്സമില്ലാതെ ലഭിക്കാൻ വഴിയൊരുങ്ങും എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2026 ഡിസംബർ വരെ നിയന്ത്രിത സമയത്തേക്ക് മാത്രമാണ് ഈ ഇളവ്. വീടുകളിൽ സോളാർ വെക്കുന്നതിനും കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെറ്റ് മീറ്ററിംഗ് ഓപ്പൺ ആക്സസ് സോളാർ പ്രോജക്റ്റുകൾക്ക് നൽകി വരുന്ന ഒരു പ്രധാന ഇളവ് 2026 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുകയാണ്. പുനരുപയോഗ ഊർജ മന്ത്രാലയം MNRE സോളാർ പദ്ധതിയിൽ ALMM ലിസ്റ്റ് 2 പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ ഉപയോഗിക്കണമെന്ന നിർബന്ധിത വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. 2026 മെയ് 31 അവസാനിച്ച ഇളവുകളാണ് 2026 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നത്. സൂര്യഘർ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ സബ്സിഡിയോടെയോ അല്ലാതെയോ സ്ഥാപിക്കുന്ന ഭൂരിഭാഗം റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകളും നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കിയുള്ള PM സൂര്യഘർ KSCB സൗര പദ്ധതികൾ എല്ലാം നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കി തന്നെ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം കേരളത്തിലെ ഉപഭോക്താക്കളെ നേരിട്ട് സ്വാധീനിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണം എന്ന നിർദ്ദേശം പലയിടങ്ങളിലും പദ്ധതികൾ മുടങ്ങിക്കിടക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് പുതിയ ഇളവ് പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായിക്കും. എന്താണ് നെറ്റ് മീറ്ററിംഗ് നോക്കുകയാണ് എങ്കിൽ സോളാർ ഉപയോഗിക്കുന്നവർക്ക് പോലും ഇപ്പോഴും വളരെയേറെ സംശയമുള്ള പദമാണ് നെറ്റ് മീറ്ററിംഗ്. വീട്ടിലെ സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ശേഷം KSCB ഗ്രിഡിലേക്ക് നൽകുന്ന സംവിധാനമാണിത്. രാത്രിയിലോ മഴക്കാലത്തോ സോളാറിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് KSCBയിൽ നിന്നും വൈദ്യുതി എടുക്കാം. ഗ്രിഡിലേക്ക് നിങ്ങൾ നൽകിയ വൈദ്യുതിയും നിങ്ങൾ അവിടെ നിന്നും ഉപയോഗിച്ച വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയാകും നിങ്ങളുടെ ബില്ല് കണക്കാക്കുക. ഈ രീതിയെയാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനം ജനങ്ങൾക്ക് എങ്ങനെ നേട്ടമാകും എന്ന് നോക്കിയാൽ, ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണം എന്ന നിബന്ധന വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ നിർമ്മിത പാനലുകളുടെ കുറഞ്ഞ ലഭ്യത പദ്ധതി വൈകാനും പാനലുകളുടെ വില കുതിക്കുന്നതിനും കാരണമായിരുന്നു. നിലവിലെ ഇളവ് സോളാർ പാനലുകൾ സുലഭമായി ലഭ്യമാക്കും. സോളാർ പാനലുകളുടെ വില കുറയ്ക്കാനും ഇത് സഹായിക്കും. സോളാർ പദ്ധതികൾക്കായി അംഗീകാരം ലഭിച്ചിട്ടും പാനലുകളുടെ ക്ഷാമം കാരണം ഇൻസ്റ്റാളേഷൻ വൈകുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാനും ഇത് കാരണമാകും. സർക്കാർ നൽകി വരുന്ന 78,000 സബ്സിഡിക്ക് പുറമെയാണ് ഇത്തരം നേട്ടങ്ങൾ. ഗ്യാസിന് ഇപ്പോഴും ഭാവിയിലും ഉണ്ടാകുന്ന ക്ഷാമവും അതുപോലെ തന്നെ വിലവർധനവും ഒന്നും പേടിക്കേണ്ട ആവശ്യം ഇല്ല. പാചകം അടക്കമുള്ള എന്ത് വൈദ്യുതി ആവശ്യത്തിനും ഇഷ്ടം പോലെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ വൈദ്യുതി ബില്ലിനെയും പേടിക്കേണ്ടി വരില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.